സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വലിയ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് SBI 2026-27 വർഷത്തേക്കുള്ള പ്രൊബേഷണറി ഓഫീസർ അഥവാ PO റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുകയാണ്. ഈ റിക്രൂട്ട്മെന്റിലൂടെ ആകെ 1500 ഒഴിവുകളിലേക്കാണ് നിയമനം നടത്തുന്നത്. ബാങ്കിംഗ് മേഖലയിൽ മികച്ച ശമ്പളവും ഉയർന്ന സ്ഥാനക്കയറ്റ സാധ്യതകളും സ്ഥിരതയുള്ള ജോലിയും ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരമാണ്. ഈ റിക്രൂട്ട്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ ബിരുദം വേണമെന്ന നിബന്ധനയില്ല എന്നതാണ്. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, കോമേഴ്സ്, ആർട്സ്, സയൻസ്, ചാർട്ടേഡ് അക്കൗണ്ട് തുടങ്ങിയ മേഖലകളിൽ പഠനം പൂർത്തിയാക്കിയവർക്കും അപേക്ഷ സമർപ്പിക്കാം. മാത്രമല്ല, അവസാന വർഷ വിദ്യാർത്ഥിനികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി അപേക്ഷിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. ഈ റിക്രൂട്ട്മെന്റിന്റെ വിശദവിവരത്തിലോട്ട് കടക്കും മുമ്പായിട്ട് ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇനി അപേക്ഷ സമർപ്പിക്കാനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ജൂൺ 18, 2026 മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 8, 2026 ആണ്. ഈ കാലയളവിനുള്ളിൽ തന്നെ അപേക്ഷ ഫീസും അടയ്ക്കേണ്ടതുണ്ട്. അതിനാൽ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അവസാന ദിവസത്തിനായി കാത്തിരിക്കാതെ എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുന്നത് നല്ലതാണ്. ഇനി ഒഴിവുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ ആകെ 1500 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ജനറൽ ഭാഗത്തിനും OBC, SC, ST, EWS ഭാഗത്തിനും പ്രത്യേക സംവരണം നൽകിയിട്ടുണ്ട്. കൂടാതെ ഭിന്നശേഷിക്കാർക്കുള്ള സംവരണം വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒഴിവുകളുടെ എണ്ണം ബാങ്കിന്റെ ആവശ്യാനുസരണം വർദ്ധിക്കാനോ കുറയാനോ സാധ്യതയുണ്ടെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി പ്രായപരിധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2026 ഏപ്രിൽ 1 21 വയസ്സ് പൂർത്തിയായിരിക്കണം. പരമാവധി പ്രായം 30 വയസ്സാണ്. അതായത് 1996 ഏപ്രിൽ 2 2005 ഏപ്രിൽ 1 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. OBC വിഭാഗക്കാർക്ക് 3 വർഷവും SC, ST വിഭാഗക്കാർക്ക് 5 വർഷവും ഭിന്നശേഷിക്കാർക്ക് വിവിധ ഭാഗങ്ങൾ അനുസരിച്ച് അധിക പ്രായപരിധി ഇളവും ലഭിക്കും. മുൻ സൈനികർക്കും പ്രത്യേക പ്രായപരിധി ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഇനി അപേക്ഷ ഫീസ് കാണാം. അപേക്ഷ ഫീസിന്റെ കാര്യത്തിൽ ജനറൽ, OBC, EWS ഭാഗക്കാർ 750 രൂപ അപേക്ഷ ഫീസായി അടയ്ക്കണം. എന്നാൽ SC, ST ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് അപേക്ഷ ഫീസ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ 3 ഘട്ടങ്ങളിലായാണ് നടക്കുക. ആദ്യഘട്ടം പ്രിലിമിനറി ഓൺലൈൻ പരീക്ഷയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് എബിലിറ്റി എന്നീ വിഷയങ്ങളിൽ നിന്നായി 100 മാർക്കിന്റെ പരീക്ഷയാണ് നടക്കുക. പരീക്ഷയുടെ ആകെ ദൈർഘ്യം 1 മണിക്കൂറാണ്. പ്രിലിംസ് പരീക്ഷയിൽ മികച്ച മാർക്ക് നേടുന്നവരെ മാത്രമാണ് മെയിൻ പരീക്ഷയിലേക്ക് തിരഞ്ഞെടുക്കുക. രണ്ടാം ഘട്ടമായ മെയിൻ പരീക്ഷ കൂടുതൽ മത്സരാധിഷ്ഠിതമാണ്. റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, ജനറൽ അവയർനെസ്, ബാങ്കിംഗ് നോളേജ്, ഇംഗ്ലീഷ് ഭാഷ എന്നിവ ഉൾപ്പെടുന്ന ഒബ്ജക്റ്റീവ് പരീക്ഷയും കൂടാതെ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയും ഉണ്ടായിരിക്കും. ഇമെയിൽ റൈറ്റിംഗ്, റിപ്പോർട്ട് റൈറ്റിംഗ്, പ്രോസസ് റൈറ്റിംഗ്, സിറ്റുവേഷൻ അനാലിസിസ് തുടങ്ങിയ മേഖലകളിൽ സ്ഥാനാർത്ഥികളുടെ ആശയവിനിമയ കഴിവും ഇവിടെ വിലയിരുത്തും. മൂന്നാം ഘട്ടത്തിൽ സൈക്കോമെട്രിക് ടെസ്റ്റ്, ഗ്രൂപ്പ് എക്സസൈസ്, ഇന്റർവ്യൂ എന്നിവ നടക്കും. ഉദ്യോഗാർത്ഥികളുടെ വ്യക്തിത്വം, നേതൃത്വ പാടവം, ആശയവിനിമയ കഴിവ്, തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്നിവ ഈ ഘട്ടത്തിൽ വിലയിരുത്തപ്പെടും. മെയിൻ പരീക്ഷയിലെയും ഇന്റർവ്യൂയിലെയും പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്തിമ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. പരീക്ഷ ഷെഡ്യൂൾ പ്രകാരം പ്രിലിമിനറി പരീക്ഷ ഓഗസ്റ്റ് 2026 മെയിൻ പരീക്ഷ സെപ്റ്റംബർ 2026 നടക്കും. തുടർന്ന് ഒക്ടോബർ മുതൽ നവംബർ വരെ ഇന്റർവ്യൂ ഉൾപ്പെടെയുള്ള അവസാന ഘട്ടങ്ങൾ നടക്കും. അന്തിമ ഫലം നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസങ്ങളിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് വിജ്ഞാപനത്തിൽ പറയുന്നത്. SBI PO ജോലി രാജ്യത്തെ ഏറ്റവും മികച്ച ബാങ്കിംഗ് കരിയറുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. മികച്ച ശമ്പളം, അലവൻസുകൾ, മെഡിക്കൽ ആനുകൂല്യങ്ങൾ, ഭവന വായ്പാ സൗകര്യങ്ങൾ, വിദേശ ശാഖകളിൽ ജോലി ചെയ്യാനുള്ള അവസരം, ഉയർന്ന സ്ഥാനക്കയറ്റ സാധ്യതകൾ തുടങ്ങിയവ ഈ ജോലിയെ കൂടുതൽ ആകർഷകമാക്കുന്നു. അതുകൊണ്ട് ബാങ്കിംഗ് മേഖലയിൽ കരിയർ ആഗ്രഹിക്കുന്നവർ ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അതിനാൽ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് അവസാന തീയതിക്ക് മുമ്പ് അപേക്ഷ സമർപ്പിക്കുക. ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.